Hello children, in today's session we are going to look at geometry. We are going to look at introduction to 2D and 3D shapes. 2D shapes and properties, 3D shapes and properties. We'll first start with two-dimensional shapes. So first we need to know what is geometry. Geo ennu parnal earth, metry ennu parnal measurement. So measurement of earth enna arthathil start cheytadana geometry. Now what is geometry? It is a branch of mathematics that studies the size, shape, position, angle, dimension of different things. അതായത് എന്തിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്? സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഷേപ്പ്, പൊസിഷൻ, ആംഗിൾ, ഡയമെൻഷൻ. ഇനി സൈസ് എന്താണെന്ന് നമുക്കറിയാം, ഷേപ്സ് അറിയാം, പൊസിഷൻ വേർ ദേ അപ്പിയർ എന്ന് പറയണത്, അതാണ് അതിന്റെ പൊസിഷൻ. നമുക്കറിയാം വി ഓൾ ഓഫ് us ഹാവ് an അഡ്രസ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ലെറ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് an അഡ്രസ് ദാറ്റ് ടെൽസ് us the position or the place where we belong to. അല്ലെ, അതേപോലെ ഡിഫറെന്റ് ഓബ്ജക്ട്സിന്റെ പൊസിഷനെ പറ്റിയിട്ട് നമ്മൾ ജിയോമെട്രിയിൽ പഠിക്കേണ്ട. ആംഗിൾ, we know an angle is when two lines meet at a point, they form an angle. So we study about the different angles in geometry. Then dimensions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഒബ്ജക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന് ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എ 2-dimensional ഒബ്ജക്റ്റ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്തും വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ 3-dimensional ഒബ്ജക്റ്റ്. ഇനി ദീസ് ഡേയ്സ് യു സീ എന്താ പറയുക 5D മൂവീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. സോ ഇതിന്റെ കൂടെ നമ്മൾ ഡിഫറെന്റ് ഡയമെൻഷൻസ് ആഡ് ചെയ്യും. അതാണ് ആ ഡി എന്ന ലെറ്റർ കാണിക്കുന്നത്. 2D എന്ന് പറഞ്ഞാൽ 2-dimensional, 3D is 3-dimensional, 5D is 5-dimensional. Okay, so dimension shows അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, അതായത് ലെങ്ത് എത്രയാണ്, ബ്രെഡ്ത്ത് എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ഡയമെൻഷൻസ് കാണിക്കുന്നതാണ് ആ ഡി എന്നുള്ള ടേം. Now we are going to look at 2-dimensional objects in our today's session. Objects that has length and breadth or can be represented on a plane. Plane എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫ്ലോർ, നമ്മുടെ വീട്ടിലെ ഫ്ലോർ, ഇല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടിൽ ഒരു സർഫസ് കാണില്ലേ, പ്ലേ ഗ്രൗണ്ടിന്റെ മുകളില് ആ പ്ലേ ഗ്രൗണ്ട്, അതൊരു അതിനെ നമുക്ക് സർഫസ് എന്ന് പറയാം അല്ലെ. അതൊരു പ്ലെയിൻ ആണ്. നമ്മുടെ വീട്ടിന്റെ ചുമര്, വാൾ, ദാറ്റ് ഇസ് അഗെയിൻ എ പ്ലെയിൻ. അവർ ബ്ലാക്ക് ബോർഡ് ഇസ് എ പ്ലെയിൻ. അപ്പൊ അങ്ങനെ പ്ലെയിൻസിൽ വരയ്ക്കാൻ പറ്റുന്ന ഒബ്ജക്ട്സിനെയാണ് നമ്മൾ 2-dimensional ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് ക്ലാസ് 1ലും ക്ലാസ് 2ലും അല്ലെ. ഏതൊക്കെയായിരുന്നു 2-dimensional ഒബ്ജക്ട്സ്? ഈ പിക്ചറിൽ കാണുന്ന പിക്ചേഴ്സ് ഫുള്ളും 2-dimensional ഒബ്ജക്ട്സിന്റെ പിക്ചേഴ്സ് ആണ്. സർക്കിൾ, ഓവൽ, ട്രയാങ്കിൾ, സ്ക്വയർ, ട്രപ്പീസിയം, ഡയമണ്ട്, റോംബസ്, പാരലലോഗ്രാം, റെക്ടാങ്കിൾ, പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നോണഗൺ ആൻഡ് ഡെക്കാഗൺ. അപ്പൊ ഇതൊക്കെ 2-dimensional ഒബ്ജക്ട്സ് ആണ്. All of these can be drawn on the surface of a paper. നമുക്ക് പേപ്പറിൽ വരയ്ക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഫ്ലോറിൽ വരയ്ക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ചുമരിൽ വരയ്ക്കാൻ പറ്റും, ബോർഡിൽ വരയ്ക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടൊരു സർഫസിൽ വരയ്ക്കാൻ പറ്റുന്ന പിക്ചേഴ്സ്. കാരണം എന്താണ്? ഈ പറയുന്ന പ്ലെയിനുള്ള 2 പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ലെങ്ത്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്. 2-dimensional ഷേപ്സിനും അതേ പ്രോപ്പർട്ടീസ് ആണ്. ലെങ്ത്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്. അങ്ങനെ ലെങ്ത്തും ബ്രെഡ്ത്തും പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയാണ് നമ്മൾ 2-dimensional ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ഒബ്ജക്ട്സിനെ അതിന്റെ പ്രോപ്പർട്ടീസും നോക്കാം. സർക്കിൾ
സർക്കിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർക്കുലർ ആണ്. അപ്പൊ നമ്മള് വേർട്ടെക്സ് എന്ന് പറഞ്ഞാല് സ്ട്രെയിറ്റ് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ വേർട്ടിസസ് എന്ന് പറയുന്നത്. അപ്പൊ സർക്കുലർ സർഫസ് മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ അതിന്റെ സൈഡ്സും പറയാറില്ല, അതുപോലെ വേർട്ടിസസും പറയാറില്ല. സർക്കുലർ അതായത് റൗണ്ട് ആയിട്ടൊരു സർഫസ് ആണ് അതിനുള്ളത്. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിനെയാണ് ജനറലി സൈഡ്സും വേർട്ടിസസും പറയുന്നത്. ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്തതുകൊണ്ട് ഇതിന്റെ സൈഡ്സും വേർട്ടിസസും നമ്മൾ പറയാറില്ല. നൗ കമ്മിങ് ടു ട്രയാങ്കിൾ. ഇതിന് എത്ര സ്ട്രെയിറ്റ് സൈഡ്സ് ഉണ്ട്? ഇവിടെ 1, ഇതൊരു സൈഡാണ്, ദിസ് ഇസ് സെക്കൻഡ് സൈഡ് ആൻഡ് ദിസ് ഇസ് തേർഡ് സൈഡ്. അപ്പൊ 1, 2, 3 എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട് അല്ലെ? ഇനി രണ്ടോ അതിൽ കൂടുതലോ ലൈൻസ് മീറ്റ് ചെയ്യണ പോയിന്റ്, അതിനെയാണ് നമ്മൾ വേർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ലൈനും കൂടി ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് വേർട്ടെക്സ് നമ്പർ 1. നൗ ഇതും ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ സെക്കൻഡ് വേർട്ടെക്സ്. അതേപോലെ ഈ ലൈനും ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ തേർഡ് വേർട്ടെക്സ്. ക്യാൻ യു ഫൈൻഡ് എനി അതർ വേർട്ടെക്സ്? ഇല്ല അല്ലെ? അപ്പൊ ട്രയാങ്കിളിന് 3 സൈഡ്സും ഉണ്ട്, 3 വേർട്ടിസസും ഉണ്ട്. ഇനി അതുപോലെ സ്ക്വയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയറിന് എത്ര സൈഡ്സ് ഉണ്ട്? 1, 2, 3, 4 സൈഡ്സ് ഉണ്ട് അല്ലെ? Triangle has 4 sides and 4 vertices. ഇത് ഒരു vertex ആണ്. This is the second vertex, third vertex and fourth vertex. So a square has 4 sides and 4 vertices. ഇനി സ്ക്വയറിന് വേറൊരു പ്രത്യേകതയുണ്ട്. All sides of a square are equal. ഈ സ്ക്വയറിന്റെ 4 സൈഡ്സും ഈക്വൽ ഇൻ ലെങ്ത് ആണ്. അതേപോലെ ഇവിടെ ഒരു വേർട്ടെക്സ് ഫോം ആയി എന്ന് പറഞ്ഞു. 2 ലൈൻസ് മീറ്റ് ചെയ്യണ പോയിന്റിനെയാണ് നമ്മൾ വേർട്ടെക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ 2 ലൈൻസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്താല് ഇറ്റ് ഫോംസ് ആൻ ആംഗിൾ. അപ്പൊ വേർട്ടിസസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? ആംഗിൾസ് ഉണ്ട്. അപ്പൊ സ്ക്വയറിന് എത്ര വേർട്ടെക്സ് ഉണ്ട്? 4 വേർട്ടിസസ് ഉണ്ട്. സ്ക്വയറിന് 4 ആംഗിൾസും ഉണ്ട്. അപ്പൊ ഇങ്ങനെ 4 ആംഗിൾസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ സ്ക്വയറിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. ഈ 90 ഡിഗ്രിക്ക് നമ്മൾ കഴിഞ്ഞ കൊല്ലം എന്തോ ഒരു പേര് പറഞ്ഞു, ഓർമ്മയുണ്ടോ? ദിസ് ഇസ് കോൾഡ് റൈറ്റ് ആംഗിൾ. 2 ലൈൻസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്താല് അതിനെ നമ്മൾ വേർട്ടെക്സ് എന്ന് പറഞ്ഞു. ആ വേർട്ടെക്സ് ഒരു ആംഗിൾ ഫോം ചെയ്യും എന്ന് പറഞ്ഞു. ഈ ആംഗിളിന്റെ മെഷർ എക്സാക്ട്ലി 90 ഡിഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ ആ ആംഗിളിന് പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. സോ വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സ്ക്വയർ പറഞ്ഞത് എന്താണ്? ഓൾ സൈഡ്സ് ഓഫ് ദ സ്ക്വയർ ആർ ഈക്വൽ. സിമിലർലി ഓൾ ആംഗിൾസ് ഓഫ് എ സ്ക്വയർ ആർ 90 ഡിഗ്രി. അതിന്റെ സൈഡ്സ് മാത്രമല്ല എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അത് റൈറ്റ് ആംഗിളുമാണ്. അപ്പൊ ഇവിടെ ട്രയാങ്കിള് പറഞ്ഞപ്പോ 3 വേർട്ടിസസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിന് എത്ര ആംഗിൾസ് ഉണ്ട്? 3 ആംഗിൾസ് ഉണ്ട്. 1, 2, 3. ഓരോ വേർട്ടെക്സിലും ഓരോ ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. Now coming to rectangle. Rectangle also has 4 sides and 4 vertices. Now how is this different from a square? Rectangle സ്ക്വയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്ക്വയറിൽ all sides are equal ആണ്. സ്ക്വയറിൽ all sides equal ആണ്. റെക്ടാംഗിളില് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് അതായത് ഈ സൈഡും ഈക്വൽ ആണ്. അതുപോലെ ഈ സൈഡും ഈക്വൽ ആണ്. ഇങ്ങനെ ഉള്ള സൈഡ്സിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. 2 ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട്, അതുകൊണ്ടാണ് പെയർ എന്ന് പറഞ്ഞത്. Pair of opposite sides are equal and parallel.
പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റ്സിന്റെയും ഡിസ്റ്റൻസ് ത്രൂ ഔട്ട് സെയിം ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാരലൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് പാരലൽ. ഇനി ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. ഇവിടെയും അതെ, എല്ലാ ആംഗിൾസും 90 ഡിഗ്രീസ് ആണ്. 4 ആംഗിൾസ് ഉണ്ട്, അതായത് 4 വേർട്ടിസസ് ഉണ്ട്. 4 വേർട്ടിസസും 90 ഡിഗ്രീസ് ആണ്. ഇനി പാരലലോഗ്രാം. പാരലലോഗ്രാമും റെക്ടാംഗിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആംഗിൾസ് 90 ഡിഗ്രി അല്ല എന്ന് മാത്രമേ അത് തമ്മിലുള്ള ഡിഫറൻസ് ഉള്ളൂ. ഇതിനും 4 സൈഡ്സും 4 ആംഗിൾസും ഉണ്ട്. 4 സൈഡ്സ് ഉണ്ട്, 4 വേർട്ടിസസ് ഉണ്ട്, 4 ആംഗിൾസ് ഉണ്ട്. ഇവിടെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രീസ് ആണ് എന്ന് പറഞ്ഞു. പാരലലോഗ്രാമില് എല്ലാ ആംഗിൾസും 90 ഡിഗ്രി അല്ല. ഓപ്പോസിറ്റ് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. 4 സൈഡ്സ് ഉണ്ട്, ബട്ട് ഓപ്പോസിറ്റ് ഓൾ ആംഗിൾസ് ആർ നോട്ട് 90 ഡിഗ്രി. അതാണ് പാരലലോഗ്രാമും റെക്ടാംഗിളും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ബേസ്ഡ് ഓഫ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഇൻ ആൻ ഒബ്ജെക്ട്, ഒരു പിക്ചറിലുള്ള നമ്പർ ഓഫ് സൈഡ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ എന്നൊക്കെ പറയും. അപ്പോൾ പെന്റഗൺ ഹാസ് 5 സൈഡ്സ് ആൻഡ് 5 വേർട്ടിസസ്. ഇനി ക്ലോസ്ഡ് ഫിഗേഴ്സ്. ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആയിട്ടുള്ള പിക്ചേഴ്സ്, അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എഡ്ജസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിന് പറയുന്ന പേരാണ് പോളിഗൺ. 3 or more സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ഉള്ള പിക്ചേഴ്സിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, പാരലലോഗ്രാം, പെന്റഗൺ, ഹെക്സഗൺ ആർ ഓൾ പോളിഗൺസ്. പോളിഗൺസിന് എന്തൊക്കെയാണുള്ളത്? പോളിഗൺസ് ക്ലോസ്ഡ് ഫിഗേഴ്സ് ആയിരിക്കണം. ക്ലോസ്ഡ് ഫിഗർ എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആയിരിക്കണം. 3 or more സൈഡ്സ് വേണം. 3 or more സൈഡ്സ് വന്നാലേ ക്ലോസ്ഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് 3 or more സൈഡ്സ് എന്ന് പറഞ്ഞത്. ഇതിന്റെ സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇതിന്റെ സൈഡ്സ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇങ്ങനെയുള്ള പിക്ചേഴ്സിനെയാണ് നമ്മൾ പോളിഗൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ ട്രയാങ്കിള്, സ്ക്വയർ, റെക്ടാങ്കിൾ ഇതെല്ലാം പോളിഗൺസ് ആണ്. ഇനി 3 or more സൈഡ്സ് ഉള്ള പിക്ചേഴ്സിനെ നമ്മൾ പോളിഗൺ എന്ന് പറഞ്ഞു. 4 സൈഡ്സ് ഉള്ള കുറെ പിക്ചേഴ്സ് ഉണ്ട്. വി ലുക്ക് ഇൻ ടു ഇറ്റ് ഇൻ ഡീറ്റെയിൽ ഇൻ our next session. ഇപ്പൊ 4 സൈഡഡ് പോളിഗൺസിന് ഒരു പേര് പറയും. വി ഹാഡ് മെൻഷൻഡ് ഇറ്റ് ഇൻ ലാസ്റ്റ് ഇയേഴ്സ് ക്ലാസ്. അതിന് പറയുന്നതാണ് ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ 4 സൈഡ്. ക്വാഡ്ര മീൻസ് 4, quadri means 4. അപ്പൊ quadrilateral are pictures with 4 sides. Okay, എല്ലാ 4 sided polygonsനും general ആയിട്ട് നമ്മൾ പറയുന്നതാണ് quadrilateral. We look at more quadrilaterals and their properties in our next session. So with that, I will stop my today's session, children. Please watch the video, and in case if you have any doubts, please do post it in the stream. That's all for today. Thank you and take care.